നിന്നെ പൂളിക്കളയും, പറഞ്ഞാൽ ചെയ്തിരിക്കും. പുറത്തൊക്കെ ഇറങ്ങി നടക്കേണ്ടതല്ലേ? റോഡിലൂടെ പോകുമ്പോൾ പാണ്ടിലോറിയൊക്കെ പാഞ്ഞു കയറി വരും. ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഭീഷണിയുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം CPM സൈബർ ഗുണ്ടകൾ. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇനിയിപ്പോൾ പ്രതിപക്ഷത്തായതുകൊണ്ടും കൊലവിളി ധാരാളം കേൾക്കാം. എന്നാൽ ഈ പൂളിക്കളയും ചെത്തിക്കളയും എന്നൊക്കെയുള്ള ഭീഷണി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുകൂടി നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം. ഒരു കേസ് അന്വേഷണം ഏറ്റെടുത്ത് ഷൗക്കത്ത് അലി രംഗത്ത് വന്നതോടെയാണ് ചില ഗ്രൂപ്പുകൾക്ക് വല്ലാത്ത വിറളി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വെപ്രാളത്തിൽ ഭീഷണിയുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്, ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് മറ്റാരെയുമല്ല, ജയ്ഹിന്ദ് TV ക്യാമറാമാൻ ജോജിക്ക് നേരെയാണ് ഈ കൊലവിളി നടന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ആ രക്ഷിക്കൽ പ്രവർത്തനമുണ്ടല്ലോ, ആ രക്ഷിക്കൽ പ്രവർത്തനം നല്ല വെടിപ്പായി ക്യാമറയിൽ പകർത്തി പുറത്തേക്ക് വിട്ട ക്യാമറാമാന് നേരെയാണ് ഈ കൊലവിളിയൊക്കെയും നടക്കുന്നത്. ഇവർ തന്നെ മുൻപ് പറഞ്ഞിരുന്നല്ലോ, പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളെയാണ് ഇനി ഭയക്കേണ്ടത് എന്ന് ഈ CPMന്റെ ചില സൈബർ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ അർജുനായങ്കിയെ പോലെയുള്ള ചിലരുടെയൊക്കെ ഫേസ്ബുക്ക് പേജുകളിലുമൊക്കെ നമ്മൾ അങ്ങനെ ഒരു കൊലവിളി കേട്ടതായിരുന്നല്ലോ. അതായത് 51 വെട്ടിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നാൽ ചിലതിനൊക്കെ കണക്ക് തീർക്കും, ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ ഞങ്ങൾ അങ്ങ് തീർത്തു കളയും എന്നൊക്കെയുള്ള ഭീഷണിയാണ്. ഷൗക്കത്ത് അലി രംഗത്തേക്ക് ഇറങ്ങിയതോടുകൂടി തന്നെ ഇവർക്ക് ഒന്ന് വിറച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം ഇപ്പോൾ വ്യക്തമാകുകയാണ്. ആ വെപ്രാളത്തിലാണ് ഈ ഭീഷണിയൊക്കെ മുഴക്കുന്നത്. ആദ്യം ഒരു ശാസനയായിട്ട് പിന്നെ അത് കയറി അങ്ങ് ഭീഷണിയായിട്ട് മാറിയത്. നവകേരള സദസ്സിനിടെ AD തോമസിനെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും സുരക്ഷാ ജീവനക്കാരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ അണിയറയിൽ ഇപ്പോൾ ഭീഷണികളുടെ ഒരു പരമ്പരയാണ്. എന്തായാലും ഷൗക്കത്ത് അലി IPSനും DYSP ബൈജു പൗലോസിനും പണി കൂടിയിരിക്കുകയാണ്. കൊച്ചു പിച്ചാത്തിയും കയ്യിൽ വെച്ച് ഭീഷണിയുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നവരുടെ പിച്ചാത്തിപ്പിടി ഊരിയെടുക്കാൻ ഷൗക്കത്ത് അലി എന്തായാലും മടിക്കില്ല. കാരണം അദ്ദേഹം മിടുക്കനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആർക്ക് മുൻപിലും അടിയറവ് പറയാതെ, നട്ടല് പണയം വയ്ക്കാതെ, കുനിഞ്ഞു നിൽക്കാതെ അന്തസ്സോടെ പണിയെടുക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. പിണറായി വിജയന്റെ ഗൺമാന്മാർ ഇപ്പോൾ ഒന്ന് ഭയന്നു തുടങ്ങിയിട്ടുണ്ട്. മുൻപ് തന്നെ ഈ UDFൽ നിന്ന് വലിയ ഒരു മുന്നറിയിപ്പ് ഇവർക്ക് പോയിരുന്നു. അതായത് ഞങ്ങളാണ് അധികാരത്തിലെങ്കിൽ കണക്ക് തീർക്കും എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ തുടക്കമായിട്ടാണ് എല്ലാവരും ഈ ഒരു സംഭവത്തെ കാണുന്നത്. പ്രത്യേകിച്ച് ഷൗക്കത്ത് അലിയെ തന്നെ ആ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത് കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ്. ഷൗക്കത്ത് അലി കേസ് ഡയറി തുറന്നതോടെ പ്രതിക്കൂട്ടിലാകാൻ പോകുന്നവരുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഈ ഭീഷണിയിലൂടെ വ്യക്തമാകുന്നത്. കേസിൽ ഏറ്റവും നിർണായകമായ ശാസ്ത്രീയ തെളിവുകൾ ക്യാമറയിൽ പകർത്തിയ പ്രധാന സാക്ഷിയും ജയ്ഹിന്ദ് TV ആലപ്പുഴ ക്യാമറമാനുമായ ജോജിക്ക് നേരെ പലയിടത്തു നിന്നാണ് ഭീഷണികൾ ഉയരുന്നത്. വധഭീഷണി വരെ ഉയർത്തി അങ്ങ് തീർത്തു കളയും എന്ന് ഇവർ പച്ചയ്ക്ക് ഇങ്ങനെ കൊലവിളി നടത്തുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടികളാണ് ഉണ്ടാകേണ്ടത്. സാക്ഷി പറയരുതെന്നും കേസിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ട് സൗമ്യമായ ഭാഷയിൽ ഒളിപ്പിച്ചു വെച്ച ഭയപ്പെടുത്തലുകളാണ് ഫോൺ കോളുകളിലൂടെ ജോജിക്ക് നേരെ വരുന്നത്. പരിചയക്കാരായ ചില പോലീസുകാർ തന്നെ ഉപദേശ രൂപത്തിലാണ് ഈ ഭീഷണി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾ മാറിയാൽ ഈ കേസ് തന്നെ ഇല്ലാതാകും. നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകനല്ലേ, ഇനി പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ, ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്നിങ്ങനെ സ്നേഹത്തിൽ പുരട്ടിയ ഭാഷയിൽ ഫോൺ കോളുകൾ വരുന്നു. പാണ്ടിലോറികളും വരും. നിങ്ങൾ റോഡിലൂടെ ഒറ്റയ്ക്കല്ലേ പോകുന്നത് എന്ന രീതിയിൽ ലോറി കയറ്റി കൊല്ലും എന്ന പരോക്ഷമായ വധഭീഷണി വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ടത്രേ. ഇത് കഴിഞ്ഞിട്ടാണ് CPM സൈബർ ഗ്രൂപ്പുകളിലും ഇതേ തരത്തിലുള്ള ഭീഷണികൾ ഉയരുന്നത്. തീർത്തുകളയും എന്നാണ് അവർ പച്ചയ്ക്ക് പറഞ്ഞു വെക്കുന്നത്. അതായത് ഗൺമാന്മാർക്കെതിരെ സാക്ഷി പറയരുത് എന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ അങ്ങ് തീരും, നിന്നെ തീർക്കും എന്ന്. അന്ന് പിണറായി വിജയന്റെ ഗൺമാന്മാർ അതിക്രമം കാണിക്കുന്ന ദൃശ്യങ്ങൾ തന്റെ ക്യാമറയിൽ ആദ്യമായി പകർത്തി പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചത് ദീർഘകാലമായി ജയ്ഹിന്ദിൽ ജോലി ചെയ്യുന്ന, ഡൽഹിയിലടക്കം പ്രവൃത്തി പരിചയമുള്ള സീനിയർ ക്യാമറാമാൻ ജോജിയാണ്. അദ്ദേഹത്തിന്റെ ജോലി നല്ല വെടിപ്പായി ചെയ്തു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഗൺമാന്മാരും അവരെ സംരക്ഷിക്കുന്നവരുമൊക്കെ മുൾമുനയിൽ നിൽക്കുന്നത്.
ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെയാണ് സംഭവം നിയമസഭയിൽ വരെ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയത്. ഭീഷണി കടുത്തതോടെ ജോജി ഈ വിവരം മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കുകയും ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഔദ്യോഗികമായി പരാതി നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോണും മറ്റ് നിർണായക രേഖകളും ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. പുതിയ അന്വേഷണ സംഘം കൃത്യമായി മുന്നോട്ട് പോകുകയും കുറ്റവാളികളായ ഉന്നതർ അഴിക്കുള്ളിലാകുകയും ചെയ്യുമെന്ന് ഉറപ്പായതോടെയാണ് സാക്ഷികളെ ഭയപ്പെടുത്തി കേസ് അട്ടിമറിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ കൊടിസുനിയെയും ദിലീപിനെയും പോലുള്ള വമ്പന്മാരെ നിയമത്തിന് മുന്നിൽ വിറപ്പിച്ച ഷൗക്കത്ത് അലിക്കും ബൈജു പൗലോസിനും മുന്നിലേക്കാണ് ഈ ഭീഷണി നാടകങ്ങൾ വന്നെത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കൊടിസുനിയെ തൂക്കി അകത്തിടാൻ പോയപ്പോൾ പോലും അദ്ദേഹത്തിന് കൈവിറച്ചില്ല, നെഞ്ചിൽ ദൃഢനിശ്ചയമുണ്ടായിരുന്നു ആ ക്രിമിനലുകളെ തൂക്കുമെന്ന്. അതേ ദൃഢനിശ്ചയം ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് 100% നീതി പുലർത്തുന്ന പോലീസുകാരിൽ ഒരാളാണ് അദ്ദേഹം. വി ഡി സതീശൻ സർക്കാരിന് മുന്നിലും നട്ടല് വളച്ചു നിൽക്കാനൊന്നും അദ്ദേഹത്തെ കിട്ടില്ല. അദ്ദേഹം നല്ല കൃത്യമായി ഏൽപ്പിച്ച പണികൾ ചെയ്യും. അതിൽ ഒരു തരി പോലും വെള്ളം ചേർക്കാനും അനുവദിക്കില്ല. എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഞാനത് കൃത്യമായി ചെയ്യുമെന്ന് അദ്ദേഹം പലതവണ തെളിയിച്ച് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഗൺമാന്മാരൊക്കെ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. പിണറായി ആകട്ടെ ഗൺമാന്മാരെ രക്ഷിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ്. എന്തായാലും CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിലും ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉയരുമ്പോൾ അത് അപകടകരം തന്നെയാണ്. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ വീണ്ടും ഭരണപക്ഷത്തേക്കല്ല പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെങ്കിൽ ആ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളെ ഭയക്കണമെന്ന് CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് എത്രയോ തവണ ഈ അടുത്ത കാലത്ത് കൊലവിളി ഉയർന്നതാണ്. ഒരു കണക്കിന് ഈ CPM-ന് തോറ്റു തൊപ്പിയിട്ടതിൽ ഈ പറയുന്ന CPM-ന്റെ സൈബർ ഗ്രൂപ്പുകൾക്ക് വലിയൊരു പങ്കുണ്ട്. പല ഗ്രൂപ്പുകൾ ഞങ്ങൾക്ക് അറിവുള്ളതല്ല എന്നും ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നൊക്കെ മുതിർന്ന നേതാക്കൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെല്ലാം CPM-ന്റെ വെട്ടുകിളി കൂട്ടം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇവരുടെ കൂടി കയ്യിലിരിപ്പിന്റെ ഫലമായിട്ടാണ് തോറ്റ് തൊപ്പിയിട്ടത്, ഒരു മൂലയിൽ ഇരിക്കേണ്ടി വന്നത്. ഇത്തരത്തിലുള്ള ഭീഷണികൾ കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങ് ഭയപ്പെട്ട് കിലുകില വിറയ്ക്കുന്ന ആരും ഇന്നിപ്പോൾ കേരളത്തിലില്ല. പണ്ടൊക്കെ CPM-ന്റെ ഇത്തരം തറ ഗുണ്ടകളെ എല്ലാവരും ഒന്ന് ഭയക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ പലർക്കും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഇത് കീലേരി അച്ചുകളിയാണെന്ന്. ആ കളിയും കൊണ്ട് ഇവിടേക്ക് വന്നാൽ കളത്തിൽ കളി അറിയാവുന്നവരുണ്ടെങ്കിൽ നല്ല പെട കിട്ടും. ഷൗക്കത്ത് അലിയിൽ നിന്ന് പെട കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. കാരണം അദ്ദേഹം വടി വെട്ടിയിട്ടേ ഉള്ളൂ, അടി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അത് താങ്ങില്ല എന്ന് അദ്ദേഹത്തെ കൃത്യമായി അറിയാവുന്നവർ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പ്രധാന സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ച പോലീസുകാരെയും തണലൊരുക്കുന്ന ഉന്നതരെയും കണ്ടെത്തുക എന്ന അധിക ചുമതല കൂടി ഇനി പുതിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഏറ്റെടുക്കേണ്ടി വരും. ചുരുക്കത്തിൽ പ്രതികളെ പൂട്ടാനിറങ്ങിയ സിംഹങ്ങൾക്ക് ഇനി പണി ഇരട്ടിയെന്ന് ഉറപ്പാണ്. ഒപ്പം ഭീഷണിക്കാരെ പൊക്കാൻ അന്വേഷണ സംഘം വലവിരിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം കൂടുതൽ ചൂട് പിടിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയന്റെ ഗൺമാന്മാരാണ് ഈ കേസിന്റെ പ്രതിസ്ഥാനത്തുള്ളത്. അതായത് അന്നത്തെ ആ ദൃശ്യങ്ങൾ കണ്ടാൽ വ്യക്തമാകും. പോലീസ് ജീപ്പിനുള്ളിൽ ഇരുന്നു കൊണ്ട് നല്ല നീളത്തിലുള്ള വടിയൊക്കെ പിടിച്ചുകൊണ്ടായിരുന്നു ഗൺമാന്മാരൊക്കെ ഇരുന്നത്. എന്നിട്ട് ചാടി ഇറങ്ങി ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുകയായിരുന്നു. പോലീസുകാരെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഇവരാണ് ആ പരിപാടി അങ്ങ് നടപ്പിലാക്കിയത്, ഗൺമാന്മാര്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇന്നിപ്പോൾ CPM-കാർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഷൗക്കത്ത് അലി ആർക്ക് മുൻപിലും ഒരു കുലുക്കവും ഇല്ലാതെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും തൂക്കി അകത്തിടാം. ഗൺമാന്മാരൊക്കെ വീട്ടിൽ കുത്തിയിരിക്കും.